ഒട്ടനവധി സീരിയലുകൾ അഭിനയിച്ച രഞ്ജുഷ മേനോൻ കഴിഞ്ഞ വർഷമാണ് ആത്മഹത്യ ചെയ്തത്. സീരിയൽ ലോകത്തെയും മലയാളികളെയും ഏറെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അത്. എന്താണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നടിയെ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്, അതും പിറന്നാൾ ദിനത്തിൽ. എന്നാൽ ഇപ്പോൾ മകളുടെ മരണത്തിന് കാരണം സീരിയൽ സംവിധായകനായ മനോജ് ശ്രീലകമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോൾ നടിയുടെ മാതാപിതാക്കൾ. രഞ്ജിഷയെ സഹോദരിയെ പോലെയാണെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് രഞ്ജിഷയുടെ കൂടെ കൂടിയത്. ഇരുവരും തമ്മിൽ ലിവിംഗ് ടുഗദർ ആണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു സത്യവുമില്ല. മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായാൽ മാത്രമേ എന്റെ മകൾ ആത്മഹത്യ ചെയ്യൂ എന്നാണ് ഇപ്പോൾ രഞ്ജിഷയുടെ അമ്മ പറയുന്നത്. വീട്ടിലോ സാമ്പത്തികമായോ എടുത്താൽ പൊങ്ങത്ത ഭാരമൊന്നും അവൾക്കില്ല. മനോജ് ശ്രീലകത്തിന്റെ ശല്യവും ക്രൂരമായ പ്രവർത്തികളുമാണ് അവൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജിഷയുടെ മാതാപിതാക്കൾ പറയുന്നത്. എന്തിന് അവൻ നിരന്തരമായി അവൾക്ക് ഉറക്ക ഗുളിക കൊടുത്തിരുന്നു എന്നും അവൾക്ക് എന്തൊക്കെയാണ് ഗുളികകൾ വാങ്ങിക്കൊടുത്തതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് രഞ്ജിഷയുടെ അമ്മ പറയുന്നത്. സ്വന്തം അമ്മയെ പോലെയാണ് കരുതുന്നതെന്നും രഞ്ജിഷയെ സഹോദരിയെ പോലെയാണ് കരുതുന്നത് എന്നൊക്കെയാണ് മനോജ് പറഞ്ഞിരുന്നത്. പിന്നീട് അവളോട് അടുത്തപ്പോൾ അവളെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു. മാത്രമല്ല, അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്നും അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും അവസാനമായപ്പോൾ അവൾക്ക് അയാളോട് അറപ്പായിരുന്നു. കാര്യം, വീട്ടിൽ വന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. വീട്ടിൽ വന്നു കയറിയാൽ ഉടനെ തന്നെ ഫോൺ ചെയ്യും. ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും അവളെ അനുവദിക്കാറില്ല. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ കൊറോണ സമയത്ത് ബിസിനസ് ഡള്ളായപ്പോൾ കുടുംബത്തോടെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞങ്ങളില്ലാതെ എവിടെയും അവൾ പോകാറ് പോലുമില്ല. മരിക്കുന്നതിന് മുൻപ് ആനന്ദരാഗത്തിൽ അവളുടെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ മനോജിനെ ആ ആഘോഷത്തിന് ക്ഷണിച്ചിരുന്നില്ല. അതിന്റെ പേരിൽ അയാൾ വന്ന് അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്നാണ് അവളുടെ സുഹൃത്തുക്കൾ പിന്നീട് പറഞ്ഞത്. അവൾ വിളിക്കുമ്പോഴെല്ലാം വളരെ സങ്കടപ്പെട്ടാണ് പിന്നീട് സംസാരിച്ചു തുടങ്ങിയത്. മാത്രമല്ല, അവളുടെ പിറന്നാൾ ദിവസം ആഘോഷം നടത്താൻ അവളും സുഹൃത്തുക്കളും ഒക്കെ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവളുടെ ആഘോഷമെല്ലാം ഞാൻ ഇന്നത്തോടെ നിർത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് അവിടെ നിന്നും പോയതെന്ന് മറ്റൊരു ആർട്ടിസ്റ്റും പറയുകയായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് എന്റെ മോൾ ആത്മഹത്യ ചെയ്യുന്നത്. വളരെ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടാണ് രഞ്ജിഷയുടെ മാതാപിതാക്കൾ ഇക്കാര്യം ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്.